ഹായ് 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 കൈകൊണ്ട് ഹായ് കാണിക്ക്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം പൂനൂരിലാണ് ഉള്ളത്. എവിടെയാണൊരു അപ്പം പുനൂർ. അപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഇവിടെ നെറ്റില്ല, വൈഫൈ എൻ്റെ വീട്ടിലാണ്. വൈഫൈ വേണം അവിടെ ഇത് കേട്ടാൻ, അല്ലെങ്കിൽ അമ്മേൻ്റെ മോളെ വീട്ടിൽ പോയിട്ട് കക്കലാണ് ഞാൻ. ആ റോഡ് സൈഡിൽ നിന്നിട്ട് കെട്ടെടുത്ത് കൊണ്ടുവരില്ല. ആരുടെ അത് ഇല്ല, അതാരുടെ ഹാപ്പിയേ എന്തോ മൈ ഡാഡ്. ഡാഡ് പോയി. അപ്പോൾ അങ്ങനെയാണ് സാമ്പക്ക കഴിക്കുക. സാമ്പക്ക ഞാൻ തിന്നുന്നതിന് ഓനാണല്ലോ ചെറിയ. അപ്പം അതുകൊണ്ട് കുറേ ദിവസങ്ങളായി വീഡിയോസ് ഇട്ടിട്ട്. കുറേ ദിവസങ്ങൾ 2 ദിവസമായില്ലേ, 2-3 ദിവസം. ഇപ്പോൾ 3-4 ദിവസം ഇല്ല, 3 ദിവസമായി. അപ്പോൾ 3 ദിവസമായി പൂനൂർ ലാൻഡ് ചെയ്തിട്ട്. ഇതുവരെ അങ്ങോട്ട് തിരിച്ച് ലാൻഡ് ചെയ്തിട്ടില്ല, പോകാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാനോ എവിടുന്ന് ലൈവിൽ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈവിൽ വരാനൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മലയോര മേഖലയാണ്. അപ്പോൾ ഇവിടെ റേഞ്ചിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് റേഞ്ച് ഇല്ലാത്ത കാരണവശാൽ നോമിന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തൊക്കെ വിശേഷം എന്ന് പറഞ്ഞു കൊടുക്ക് പൊന്നിക്കർക്ക് വലിയ ഉഷാറില്ല. പൊന്നിക്കർക്ക് സാലറി കിട്ടിയിട്ടില്ല അല്ലേ. എന്നിട്ട് പൊന്നിക്കര എന്നിട്ട് മുക്കാൻ നോക്കിയിട്ട് ഞാനായിട്ട് മുങ്ങുന്നുമില്ല. എന്നിട്ട് പൊന്നിക്കര വല്ലാത്ത വിഷമത്തിലാണ്. എടേ നമ്മളെ തെരുവീവിന്റെ ഡയലോഗ് ഒന്ന് അടിച്ചു നോക്ക്. അതായത് ഗായ്സ് ഇവന് മുടിയും തടിയും വെട്ടാൻ നിർവാഹമില്ലാതിരിക്കുകയാണ് ഗായ്സ്. പിന്നെ സാലറി കിട്ടിയിട്ടില്ല ഗായ്സ്. അതുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു തരാം. ദയവ് ചെയ്തിട്ട് ഇവരെ എല്ലാവരും സഹായിക്കണം. പിന്നെ ബീവി പറഞ്ഞത് പോണം 10-50 ആയിട്ട് അയക്കരുത്. വല്ല 1000-2000 അത് മതി. എടാ മുടി വെട്ടാനെന്ന് അല്ല, നമുക്ക് കുടുംബസമേതോ എൻ്റെ മുടിയൊക്കെ ഒന്ന് കളർ ചെയ്യാനൊക്കെ ഉണ്ട്. അതിനൂടെയൊക്കെ ഉള്ള ഒന്ന് റിക്വസ്റ്റ് ചെയ്യടാ പ്ലീസ്. എടാ കളർ ചെയ്യാനുള്ള പൈസ നമ്പർ ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ അയച്ചാൽ മതി. കുറച്ച് തോനെ അയക്കണം കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ദിവസം. ചേച്ചിക്ക് വധശിക്ഷ കിട്ടി. അത് ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ. അവൻ പറഞ്ഞത് ശരിക്കും ചതിയല്ലേ പെണ്ണ് പറയാൻ പറ്റി. നിന്നെ എത്ര എണ്ണം ചതിച്ചുകട? നിന്നെ ഒന്നോ? ശരിക്കും അല്ലല്ലോ, ഒന്നല്ലല്ലോ. അല്ല, ഒന്നല്ല. ഇനി പറഞ്ഞോട്. അത് മതീന്ന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്കറിയാവുന്നതാണേ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞിരുന്നുണ്ടോ ഇല്ലാത്തൊരു വീഡിയോ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഗ്രീഷ്മക്ക് വധശിക്ഷ കിട്ടിയത് ഏതായാലും അൽഹംദുലില്ലാ നല്ല കാര്യമാണ്. നല്ല പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെണ്ണാണ്. മര്യാദയ്ക്ക് ആ ചെക്കനെ കെട്ടിയിട്ട് അങ്ങ് പോയാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടി തോന്നിയാസം കളിച്ചല്ലേ. ഇതാണ് അത്യാർത്ഥി മൂത്താലുള്ള ആപത്താണെന്ന് പറയുന്നത്. ഓൻ നല്ല രീതിയിൽ സ്വർഗത്തിലെത്തി, ഓള് മോശം രീതിയിൽ നരകത്തിലെത്തി. സ്വർഗം നരകത്തിലൊക്കെ എവിടെയെങ്കിലും എത്തിക്കോട്ടെ, പക്ഷെ എന്നാൽ പോലും വധശിക്ഷ കിട്ടിയല്ലോ. എനിക്കും ജീവിതം അവിടെ പോയില്ലേ. നോക്കിയാ ആ തോന്നിയാസം കളിച്ചില്ലെങ്കിൽ ഓക്ക് മര്യാദയ്ക്ക് ഓൻ്റെ കൂടെ ജീവിച്ചുകൂടാനോ. ഇപ്പോൾ ഓൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല, ആരുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ പറ്റൂലെങ്കിൽ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട, ഇഷ്ടമല്ല എന്ന് തുറന്നു പറഞ്ഞ് ഞാൻ 2 വഴിക്ക് പോയിട്ടുണ്ടായെങ്കിലും എന്നാലും വിഷയമല്ലായി. ഈ കൊല്ലിയൊക്കെ ചെയ്യുന്നത് അതൊക്കെ മോശമുള്ള പരിപാടിയല്ലേ. അതിനത്രം പടച്ചോൻ കൊടുത്തല്ലോ, അങ്ങനെ വലിയ കാര്യം. എങ്കിൽ അയാൾ ഇഷ്ടമായിരിക്കും. വിധി മാറ്റി വെച്ച് തന്നപ്പം ഞാൻ ജീവപര്യന്തം മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ, വധശിക്ഷയെങ്കിലും കിട്ടണമെന്നുള്ള. ജയിലിലാണെങ്കിലും ഓള് സുഖവാസം നയിക്കണ്ട അത് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ കിട്ടിയ ചാമ്പക്കാപ്പിയെ ചാമ്പക്ക മരം ഉണ്ട്. അത് കൊയിലാണ്ടി കൊണ്ടാകാനുള്ളതല്ല, ഇവിടെ വെക്കാനുള്ളതാ. ഉപ്പിലിടാനുള്ളതാ.
നിങ്ങൾ അർജന്റായിട്ട് പറിച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടാ. അത് ചാമ്പക്കൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കി. ഇവിടെ പറിച്ച പച്ചയും മഞ്ഞയും ഓറഞ്ചും എന്തൊക്കെയോ കളറുണ്ട്. ഇതൊക്കെ ഞാനിപ്പോ കാണിച്ചിരുന്നില്ല ഗായ്സ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട് ഗായ്സ്. കാരണം ചൊറിഞ്ഞിട്ടുള്ള കാരണം എനിക്ക് ഇത് അലർജിയാണ്. ഇത് ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞങ്ങള് എന്താ ഇമ്മ പറയാ, റോസാപ്പിൾ എന്നല്ലാണ്ട് ആപ്പിൾ ചാമ്പക്ക. ആപ്പിൾ ചാമ്പക്ക, ആപ്പിൾ ചാമ്പക്കാന്ന് റോസാപ്പിൾ ആപ്പിൾ ചാമ്പക്കാന്ന് പറയുന്നത് വേറെ ഒന്നുണ്ടല്ലോ, നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ആ ഒരു ഗ്രീൻ ആപ്പിൾ ഇല്ലേ, ഗ്രീൻ ആപ്പിൾ അല്ലടാ, സദാ ആപ്പിളിന്റെ തന്നെ. അത് കുറച്ച് പഴുത്തത് എടുത്തു. ഇത് ഗ്രീൻ ആപ്പിൾ അല്ലേ? ആ അത് ഗ്രീൻ ആപ്പിൾ. സദാ ആപ്പിളിന്റെ അതാ കണ്ടോ, ഈ കളറ് ഇങ്ങനത്തെ 2 കളർ ആയതുകൊണ്ടാണ് ആപ്പിൾ ചാമ്പക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടു നോക്കി. അപ്പോൾ ബാക്കി മോന് ഉപ്പിലിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പി എന്താക്കി, ഞങ്ങൾക്ക് കൊണ്ടുപോകാനാണെന്ന് വിചാരിച്ചിപ്പോൾ കഷ്ടപ്പെട്ട് അതിൻ്റെ പുറത്ത് കയറിയിട്ട് പറിച്ചിട്ട് കൊണ്ടുവന്നാൽ പറിച്ച് ഇപ്പോഴാണ് വാപ്പി അറിയുന്നത് ഉപ്പിലിടാനാണ്, ഞങ്ങൾക്ക് കൊണ്ടുപോകാനല്ല എന്നുള്ളത്. നല്ല 2-3 കിലോ ഉണ്ടോ എന്തായാലും ഇല്ല, എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കോഴിക്കോട് ജില്ലയിലുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളി. വീട്ടിൽ വന്നിട്ട് പറിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമുക്ക് മറ്റേ വീഡിയോ അല്ലേ, മരം കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം പൈസ നല്ല മധുരമാണ്, ചെറിയൊരു പുളിയുണ്ട് കേട്ടോ. അപ്പം സ്വാഭാവികമല്ലേ പുളി ഉണ്ടാവാന്നുള്ളത്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഞാൻ ആഴ്ചക്കൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യട്ടെ എന്ന് കരുതി. എന്താണെന്നറിയോ ആഴ്ചക്കൊരു വീഡിയോ? അതായത് ഗൈസ്, ഇതെൻ്റെ വാപ്പിയുടെ ഓട്ടോറിക്ഷയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് ഒരാൾ കാണുന്നതെങ്കിൽ പറഞ്ഞു തരിക കേട്ടോ. ഇതെൻ്റെ വാപ്പിയുടെ ഓട്ടോറിക്ഷയാണ്. പൂച്ച കയറുന്നതിന് ഞെട്ടിട്ടതാട്ടോ. അപ്പം ഈ പാവം വാപ്പ എന്ത് വിചാരിച്ചു, മോളെ ഫേമസ് ആക്കിയതും വാപ്പയും ഉമ്മയ്ക്കൊക്കെ ഒരു വരുമാനം കിട്ടുന്നതും കൃഷ്ണനാണല്ലോ. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ ഫോട്ടോ ഇതിൻ്റെ പുറത്ത് അങ്ങ് പതിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിടിച്ചോടെ നിൽക്കുന്ന ഫോട്ടോ. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടു. എൻ്റെ വാപ്പ ഇങ്ങനെ പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഓടിക്കുന്നത്. അതും ഒരു 99% മുസ്ലിംസ് ഉള്ള ആൾക്കാരുടെ ഏരിയയിലാണ് വാപ്പ ഓടിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് പരസ്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതേ ഒരമ്മച്ചിക്ക് കുരു പൊട്ടി. ആ അമ്മച്ചിയുടെ പേരൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ അമ്മച്ചി പറഞ്ഞതെന്താ വെച്ചാൽ, ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ വാപ്പ ഒട്ടിച്ച് വെച്ചതാണോ അല്ലേ ഇത്, ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങ് പറിച്ചാൽ നിൽക്കുമല്ലേ. അപ്പം ഞാൻ ആ അമ്മച്ചി അങ്ങനെ ലൈവിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, കാഴ്ചക്ക് ഞാൻ ഒരു വീഡിയോ ഇടും. ഇതിവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കൂടി അറിയണമല്ലോ. കാരണം വാപ്പ ഇനിയും കൂടി പറ്റിക്കുകയാണോ എന്നുള്ള കാര്യം എനിക്കും കൂടി ഒന്ന് അറിയണ്ടേ ആ സത്യാവസ്ഥ. അമ്മച്ചി പറഞ്ഞത് പോകണം. അങ്ങനെയാണ്. അതിന് 1-2 റിയാക്ഷൻ വീഡിയോസുകളൊക്കെ ചെയ്ത് കിട്ടുമോ. ഉത്തരം കിട്ടാത്തൊരു ചേച്ചി പിന്നെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞൊരു ഉത്തരം എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതേപോലെ ഈ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഫോട്ടോ ആണ് ഉള്ളത്. എന്നിട്ട് എന്തെങ്കിലും പറയണ്ടേന്ന് കരുതിയിട്ട് പറയുന്നതാണ്. ഒരു ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് മാത്രം വണ്ടീൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചതാണ്. ഒരാഴ്ചത്തേക്ക് ഒട്ടിക്കാൻ ഇതെന്തുവാ സംഭവം, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണെന്നുള്ള വിവരവും വിവേകവും ഇല്ലാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതും ഞാൻ വാപ്പനോടൊരു കാര്യം ചോദിച്ചിട്ട്, വാപ്പ നമ്മളെ ഓട്ടോറിക്ഷ ആരെങ്കിലും വിളിക്കാണ്ട് നിന്നാലോ? കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് വിശ്വാസം കൂടുതലുള്ള ആൾക്കാരാണ്, മതവിശ്വാസികളാണ്. അപ്പോൾ വാപ്പിനോട് പറഞ്ഞ്, ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ആരും വിളിക്കാണ്ട് നിന്നാൽ നമുക്ക് ആ ഓർഡർ വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോളും എന്ന് പറഞ്ഞ്. അങ്ങനത്തെ വാപ്പയാണ് ഇങ്ങനെ ഈ ഒരു ഫോട്ടോ വെച്ചത്. എന്നിട്ടും പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഈ നെഗറ്റീവ് പറയാ എന്നല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനോ പോസിറ്റീവായിട്ട് ചെയ്യാനോ ഒരുത്തനെ കൊണ്ടും പറ്റൂല. ഇതെൻ്റെ വാപ്പ ചെയ്തതിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര ഇതായിപ്പോയി. പിന്നെ ഉള്ളിലും ഇത് എൻ്റെ ഫോട്ടോസ് ഉണ്ട്, കാണുമെന്ന് എനിക്കറിയില്ല, ഞെട്ടിട്ടതുകൊണ്ട്. അത് പൂച്ച കയറുന്നതിന് വാപ്പ വണ്ടിപ്രാന്തനാ, വണ്ടി നല്ലോണം കൊണ്ടുണ്ടെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പൂച്ച കയറുന്നതുകൊണ്ട് ഞെട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ ആളൊന്നും പോയിട്ടില്ല. അപ്പോൾ അതേ
ആഴ്ചക്കാഴ്ചക്കിനി കണ്ണൻ്റെ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അമ്മച്ചിയോട് വെല്ലുവിളിച്ചതാണ്. അതുകൊണ്ടും കൂടി ഇതും കൂടി ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നെ കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിൽ ഇതേ ഡ്രസ്സ് കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ. അപ്പോൾ ആ ചാമ്പക്ക വേണ്ടിയവർ, ചിലർക്ക് ഗർഭിണികൾക്കൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇതുപോലത്തെ ചാമ്പക്ക കഴിക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. കൊറിയർ ചെയ്യണമെങ്കിൽ ഞാൻ കൊറിയർ ചെയ്തിരുന്നുണ്ട്. അതേപോലെ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ആർക്കെങ്കിലും വന്ന് പറിച്ചിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ ഇഷ്ടം പോലെ സംഭവമുണ്ട്. ഇതിനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ടാറ്റാ ബൈ.